ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ചായത്തോട്ടത്തിൽ ആന വന്നിരിക്കണം. ഇത് കഴിഞ്ഞ് രണ്ടെണ്ണം തള്ളിയിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നടന്ന് ചായൻ്റെ തോട്ടത്തേക്ക് പോവുകയാണ് കേട്ടോ. ചായത്തോട്ടമുണ്ട്, കാപ്പിത്തോട്ടമുണ്ട്. അപ്പോൾ ഇത് നമ്മളെ റോഡാണ്, ഇറക്കാണ്. ഇവിടെ കുറച്ച് വാഹനങ്ങളൊന്നും പോകാത്ത റോഡ് കേട്ടോ. അപ്പം ഇങ്ങനെ പോയിട്ട്, അപ്പോൾ പ്രിയമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം പ്രവാസി അല്ലേ. അപ്പോൾ അടുത്ത് ഇതൊക്കെ നമ്മളെ തോട്ടത്തിൽപ്പെട്ട ചായയുണ്ട്. ചായ കോഫിയാണത് ഞാൻ പിടിച്ചത്. കോഫി മരങ്ങളാണ് ഇത്. കോഫി തോട്ടമാണ്. ചായ കാപ്പിക്ക് തോട്ടങ്ങളെന്ന് പറയാൻ വലിയ തോട്ടമൊന്നുമില്ല. കുറഞ്ഞ അരേക്കർ, 3/4 ഏക്കർ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അധികമൊന്നുമില്ല. പിന്നെ ഇതാണ് കാപ്പി. ഈ ഇല വലുത് കാണുന്നത് കാപ്പിയാണ്. അവിടെ പിലാവുണ്ട്. അന്ന് ആന ഇതിൽ കയറി വന്നിട്ടേ, ആന കയറി വന്നപ്പോൾ എന്താ ഇടിച്ച് ചവിട്ടി പൊളിച്ചിങ്ങനെ റോഡൊക്കെ. ഇതെങ്ങനെ റോഡാണ്, താഴേക്കിറങ്ങാനുള്ളതാണ്. കുറച്ച് അടിയിലേക്ക് ഇറങ്ങണം. അടിയിലാണ് എൻ്റെ തറവാടുള്ളത്. 5-8 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിൽ വരിക. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള അങ്ങനെ പോകുന്ന വഴിയാണ്. ഇവിടെ എൻ്റെ ഒരു മാമൻ്റെ വീടുണ്ട് കേട്ടോ. ഇവിടെ മാമൻ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ആങ്ങള കാണുന്ന വീട്. അത് കഴിഞ്ഞാൽ എൻ്റെ തറവാടാണ് താഴെയുള്ളത്. അങ്ങനെ തറവാട്ടിലിപ്പോൾ ചെറിയ അനിയനാണുള്ളത്. ഉമ്മയൊക്കെ മരിച്ചപ്പോൾ പിന്നെ ഇവിടെ അവരെ വീടിന് വേണ്ടിയിട്ട് ഇവിടെ ഇതാണ് വീട് കേട്ടോ. അതാ മാമൻ്റെ വീട്. 10 സെൻറ്റ് അവർക്ക് വേണ്ടി കൊടുത്താണ്, ആളുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുത്തൊക്കെ വീട്ടിൽ ആളില്ലായിട്ട്. അപ്പോൾ ഇവിടെ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്പി, കറണ്ട് വേലി, എർത്ത് ലൈന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ എർത്ത് ലൈന് അവിടെ ഉണ്ട്. അത് വാട്ടർ ടാങ്കാണത്. ഈ കമ്പിയിലാണ് എർത്ത് പിടിച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചാൽ പിന്നെ അടക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് സംഭവം. അനിയൻ്റെ വീടൊന്ന് വേണ്ടിയിട്ട് ഇട്ടിട്ടാണ്. അവിടെ അങ്ങോട്ടൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ്. ഇങ്ങനൊരു വഴി കെട്ടിയതാണ് കമ്പിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രിയമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാണ് നമ്മളെ ചായത്തോട്ടത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേലോട്ട് ചായ ഉണ്ട്. ഇത് ചായ കാഫി കുരുമുളക് ഉണ്ടല്ലോ. ഇതാണ് നമ്മളെ ചായത്തോട്ടം. ഇത് വീട്ടിൻ്റെ അടുത്തല്ല, ഇത് കുറച്ച് താഴത്തായിട്ട്. ഇത് നമുക്ക് നമ്മുടെ ഓരി, അതായത് പങ്കുവെച്ചപ്പോൾ നമുക്ക് ഇവിടെയാണ് വയലുള്ളത്. വയലായിരുന്നു ആദ്യം, പിന്നെ കരയാക്കി ഞങ്ങൾ കവായി എടുത്ത്. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് ഇന്നലെ ആന വന്നും കണ്ട് ഒരു മരം 2 കഴുങ്ങ് അടിച്ച് തള്ളിയിട്ട്. മരമാരി കാണുന്നത് കഴുങ്ങാണ്. തൊട്ട് അപ്പോൾ ഈ കഴുങ്ങൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഇപ്പോൾ അവർ തിന്നു ആനേ. ഇതുണ്ട്, അതുകൊണ്ട് ഒന്ന് മറിച്ചിട്ടിങ്ങനെ ചവിട്ടിയാണ് മറിച്ച് കളയണ്ട കേട്ടോ. ആനൻ്റെ കാലാണിത്, ചവിട്ട്, ആനച്ചവിട്ട്. അങ്ങനെ നിന്നിട്ടാണ് ഈ മരത്തിനൊക്കെ തള്ളി 2 തള്ളിയിട്ടു. അതാ ഒന്ന് തള്ളി കിടക്കണം. അതൊക്കെ പാക്ക് മരങ്ങളാണ്. ആദ്യം ഒരുപാട് പാക്കുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞ പാക്കായി. അതൊക്കെ പാക്ക് മരങ്ങൾ, പാക്ക് മരങ്ങൾ 2 ഇന്നലെ തള്ളിയിട്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ചായ ഇല അയക്കണതായി കണക്കൾ കണ്ടില്ല. ഒന്ന് ഈ കിടക്കണത് ഇതാണ്ട, അതാണ് ചവിട്ടി മറിച്ചതാണ്. അപ്പോൾ ആന ചവിട്ടിയിട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് തള്ളിയിട്ടിക്കണേ. അപ്പോൾ അത് മുറിച്ച് കളയണം. വയലാണത്, പഴയകാലത്ത് വയൽ, നെല്ലിൻ്റെ വയൽ. ഞങ്ങൾ കവായി എടുത്തിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിവാക്കി ചായ ആക്കി.
ചായ ചായ ചായ. അവിടെ കിടക്കണുണ്ടോന്ന് ഒരു മരം, അതാണ് നമ്മളിങ്ങനെ നോക്കിയിട്ട് എത്തുന്നിട്ടില്ലല്ലോ. അപ്പോൾ പ്രിയമുള്ള ചങ്കളെ, എല്ലാവരോടും സ്നേഹം മാത്രം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്കാണ് തീരെ കിട്ടാത്ത കേട്ടോ. 100 കണ്ടാലും ഇത് തിന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ടിച്ച് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ എന്ന് വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് ചായത്തോട്ടത്തിലെ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ അനിയൻ്റെ കുട്ടിയാണ്, ചെറിയ അനിയൻ്റെ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ നിർത്തുന്നു. ബൈ ബൈ.